കളറാക്കാൻ വെള്ളിയാങ്കല്ലിന്റെ തീരത്തേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകൾ. മഴ വിട്ടുനിന്നതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് പുഴയും പാർക്കും സൂര്യാസ്തമയവും ആസ്വദിക്കാൻ ആളുകളെത്തിയത്. ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ്. അതിന് കാരണവുമുണ്ട്. ഭാരതപ്പുഴയുടെ തീരവും മോളവും നൽകുന്നത് ഒരു വൈബ് തന്നെയാണ്. ദൂരെ നിന്ന് വെള്ളിയാങ്കല്ല് ഷട്ടറിന്റെ തലയെടുപ്പ് കൂടിയാകുമ്പോൾ കാഴ്ചയ്ക്ക് ഭംഗി കൂടും. അതുകൊണ്ട് തന്നെ പെരുന്നാൾ രാവ് മനോഹരമായി അടിച്ചുപൊളിക്കാൻ നാട്ടിലെ ടീംസൊക്കെ എത്തിയത് ഇവിടേക്ക് തന്നെയാണ്. ഇതര ജില്ലകളിൽ നിന്നടക്കം നൂറുകണക്കിന് ആളുകളാണ് വെള്ളിയാങ്കല്ലിന്റെ തീരത്തെത്തി പുഴയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുന്നത്. വന്നവരെല്ലാം സൂര്യാസ്തമയവും കൂടി ആസ്വദിച്ചേ മടങ്ങാറുള്ളൂ. അത്രയും മനോഹാരിതയാണ് ആ കാഴ്ചകൾക്ക്. പെരുന്നാൾ അവധി കൂടി വന്നതോടെ മണൽത്തിട്ടയിലിരുന്നുള്ള കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തിയവരുടെ തിക്കും തിരക്കുമായി വെള്ളിയാങ്കല്ലിൽ. പ്രകൃതി ഭംഗി ആസ്വദിച്ചും സൂര്യാസ്തമയം കണ്ടും ആളുകൾ അങ്ങനെ നേരം പോക്കും. NCV ന്യൂസ് തൃത്താല. വിക്ടറി ITI എടപ്പാൾ ബ്രാഞ്ചിലേക്ക് SSLC+2 കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റ് PSC അംഗീകൃത 1 വർഷ 2 വർഷ ITI കോഴ്സുകൾക്കും 2 വർഷ KGCE എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിക്ടറി ITI കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.